കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ അടിയന്തര സ്റ്റേ നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR മാറ്റിവെക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും CPMന്റെയും ആവശ്യം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിഷ്ണു, CPMന്റെയും അതുപോലെ ചില ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വലിയ ആവശ്യമായിരുന്നു ഈ SIR ഇപ്പോൾ നടപ്പാക്കരുത്, SIRന് സ്റ്റേ അനുവദിക്കണം എന്ന്. പക്ഷേ സുപ്രീം കോടതി അടിയന്തരമായി സ്റ്റേ നൽകാനാവില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? കേരളത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുള്ളത്. നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപിലേക്കാണ് ഹർജി വന്നിട്ടുള്ളത്. ഇന്ന് വിശദമായ വാദം ബെഞ്ചിന് മുൻപിലേക്ക് കേട്ടിട്ടില്ല. പക്ഷേ അടിയന്തരമായ ഹർജികൾ പരിഗണിക്കണം, വിശദമായ വാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചെങ്കിലും കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയോ അതിന് അനുകൂലമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടി അത്തരത്തിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതും ഈ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ വാദിക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നീട്ടിവെക്കണം എന്നുള്ളതാണ്. കൂടാതെ മുസ്ലിം ലീഗും കോൺഗ്രസും CPMും ഹർജി നൽകിയിട്ടുണ്ട്. CPMന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദമാണ്. ഏതായാലും കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. ഈ മാസം 26-ന് കേസ് വീണ്ടും പരിഗണിക്കും. ആ സമയത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കും. നേരത്തെ ബീഹാർ SIR കേസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള വിശദീകരണം കോടതിക്ക് നൽകിയിരുന്നു. അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല, അത് സ്വാഭാവിക പ്രക്രിയയാണ്. രാജ്യത്ത് മുൻപും SIR നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി പേര് കണ്ടെത്തിയവരെ പുറത്താക്കുന്നതിനും വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും പട്ടികയിൽ ഉൾപ്പെടുത്താനുമാണ് SIR എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കേരളം ഉൾപ്പെടെ നിലവിൽ SIR പ്രഖ്യാപിച്ച 12 സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി ആദ്യവാരത്തോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഊർജിതമാക്കിയിട്ടുമുണ്ട്. നീലിമ, കേരളത്തിൽ SIRന് സ്റ്റേ ഇല്ല, SIR നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.